ഇന്ന് തൊടുന്നതും പിടിക്കുന്നു ഒന്നും ഒരു തെറ്റല്ലടോ. ഉമ്മ തന്നെ പറയാ കയറിപ്പൊക്കോ, കൂട്ടുകാരനല്ലേ, അവന്റെ ബൈക്കിന്റെ പുറകെ കയറിപ്പൊക്കോ. അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറഞ്ഞു വിടുന്ന ഒരു കാലം തെറ്റല്ല. കൂടെ പഠിക്കുന്നവൻ തുടങ്ങിയ ചെറുപ്പക്കാരൻ നീ പൊട്ടനാകരുത് മോനെ. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, എന്റെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നത്, നിന്റെ ശരീരത്തെ തൊടുന്നവനുമായിട്ടുള്ള ബന്ധം അതോടുകൂടി അവസാനിപ്പിക്കണം. കാരണം അവൻ നല്ലവനല്ല, അവൻ നല്ലവനല്ലടാ. നിന്റെ ശരീരത്തെ തൊട്ടിയും തടകിയും നിൽക്കുന്ന ആ പെൺകുട്ടി നല്ലവളല്ല. നീ ആദ്യം വ്യക്തമായി മനസ്സിലാക്കുക. ഞാൻ ചുമ്മാതെ പറഞ്ഞല്ല, തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം. നല്ല ഒരു പെൺകുട്ടിയാണെങ്കിൽ നിന്റെ ശരീരത്ത് തൊടില്ല. നല്ല ഒരു അള്ളാനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്നെ തൊടില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്താ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബിബി റളിയല്ലാഹു തആലയുടെ ചരിത്രം അറിയുമല്ലോ. ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. നബിതങ്ങളും സ്വഹാബത്തും ഒരു യാത്രയിൽ ഇങ്ങനെ വരുമ്പോ ആയിഷ ബീവി ഉണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കൂടാരത്തിനകത്ത് ഇരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ചെന്നപ്പോ നബിതങ്ങൾ നിർത്താൻ പറഞ്ഞു, വാഹനമൊക്കെ നിർത്തി. എന്നിട്ട് പറഞ്ഞു പെണ്ണുങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കൂടാരത്തിനകത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ട് തന്റെ ആവശ്യം പോയി സാധിപ്പിച്ചു. തിരിച്ചു കയറി ആ കൂടാരത്തിലേക്ക് കയറുന്നത് എല്ലാരും കണ്ടു. പെണ്ണുങ്ങളൊക്കെ കയറി കഴിഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു ഇനി ആണുങ്ങൾ പോകാൻ. ആണുങ്ങൾ എല്ലാവരും പോയി മലമൂത്ര വിസർജനത്തിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല ഇതിന്റെ മുകളിൽ ഇരിക്കുമ്പോഴാ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആലയ്ക്ക് മനസ്സിലായി ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടത്. ആയിഷ ബീവി അതിന്റെ മുകളിൽ നിന്നിറങ്ങി മാല തെരഞ്ഞുപോയി. ആരും കണ്ടില്ല. ആണുങ്ങൾ എല്ലാവരും അവരവരുടെ കുതിര വാഹനത്തെ പുറത്ത് കയറി എല്ലാരും പോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല ചെന്ന് മാലയും കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ആരെയും കാണുന്നില്ല, എല്ലാരും പോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല ഒറ്റയ്ക്ക് അവിടെ വിഷമിച്ചിരുന്നു. അപ്പോഴാണ് വരുന്നത് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ ഏറ്റവും പുറകിൽ വിട്ട സഹാബി. ആയിഷ ബീവി റളിയല്ലാഹു തആലയെ കണ്ടു. കേറുമ്മ, ഉമ്മാനെ വാഹനത്തിന്റെ മുകളിൽ കയറ്റി. എന്തെന്ന് പോലും ചോദിച്ചില്ല. അവിടെ നിന്ന് പോയി. രാത്രി മുഴുവനും സഞ്ചരിച്ചു. അവസാനം പകലാണ് ചെല്ലുന്നത്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും രണ്ടുപേരും കൂടെ പകലാണ് ചെല്ലുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് എല്ലാ സാധനങ്ങളും പുറത്തിറങ്ങുന്ന സമയ ആണല്ലോ. പള്ളിയുടെ മുമ്പിലും പട്ടിയുടെ വൈകിയ സമയമാകുമ്പോ എല്ലാം കൂടെ കൂടുന്ന ഒരു സമയമുണ്ടല്ലോ, അല്ലെ? ഇറച്ചീനികളെല്ലാം കൂടെ കൂടുന്ന ചില സമയങ്ങളുണ്ടല്ലോ. അസ്ർ കഴിഞ്ഞു കഴിഞ്ഞാൽ ചായക്കടലും പരിസരത്തും കടത്തുണ്ടെങ്കിലും കൂടിയിട്ട് ചർച്ച ചെയ്യണ പോലെ അന്നും ഉണ്ടെന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്താ ആയിഷ ബീവിയും സഫ്വാൻ റളിയല്ലാഹു തആല ഒരു രാത്രി മുഴുവനും ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരികയാ. കൊടുങ്കാറ്റടിക്കണ പോലെ കാറ്റടിച്ചു. പടച്ചനെ പറയേണ്ടതില്ല. ആയിഷ ബീവിയെ വെറുതെ വിട്ടില്ല. പിന്നെ പാവപ്പെട്ട ആമിനായ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും പടർന്നു. എല്ലായിടത്തും ചർച്ച ആയിഷയെ കുറിച്ച്. നബിതങ്ങൾ മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്കുപോലും മിണ്ടില്ല. നേരെ പള്ളിയിൽ പോകും, നിസ്കരിക്കും, റൂമിനകത്ത് കയറും. സഹാബികൾ ഓരോരുത്തരും നബിതങ്ങളുടെ മുമ്പിൽ വന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, അലി തങ്ങൾ നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ മുമ്പിലേക്ക് കയറി വന്നു. എന്തേ നബിയെ മിണ്ടാത്തെ? എന്താ സംഭവം? എന്താ മിണ്ടാത്ത? എന്താ? നബിതങ്ങൾ ചോദിച്ചു, ഉമറേ, എന്റെ ആയിഷാനെ കുറിച്ച് പറയുന്നത് നീ കേട്ടോ? കേട്ട് നബിയെ. നീ വിശ്വസിക്കുന്നുണ്ടോ? മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കൂല നബിയെ. എന്റെ ആയിഷ വ്യഭിചരിച്ചു എന്ന് എല്ലാരും പറയുന്നു, നീ വിശ്വസിക്കുന്നു? മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കില്ല. തെളിവുകൾ മുഴുവനും എന്ത് തെളിവുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കൂല. എന്തേന്ന് ചോദിച്ചു നബിതങ്ങള്. ഉമർ തങ്ങളോട് ചോദിച്ചു, എന്തേ നീ ഇങ്ങനെ പറയണേ? ആയിഷ തെറ്റ് ചെയ്യത്തില്ല എന്ന് നീ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? പെൺകുട്ടികളും ആൺകുട്ടികളും കേട്ടോ, പെൺകുട്ടികളും ആൺകുട്ടികളും കേൾക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമർ തങ്ങളോട് ചോദിച്ചു, എന്തുകൊണ്ടാ നീ ഇങ്ങനെ പറയണേ? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബിയെ, ആയിഷാനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് ആരാ? അള്ളാഹ്. അല്ലേ പറഞ്ഞ കല്യാണം കഴിക്കാൻ.
ആയിഷ ബീബിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞതാരാ? അള്ളയാണല്ലോ പറഞ്ഞത്. എന്നാ ഖുർആൻ പറഞ്ഞ എന്താ? വലാ തഖറബുസിന ഇന്നഹു കാന ഫാഹിഷ. അള്ളാഹ് പറയുകയാ, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. ഇതെല്ലാവർക്കും അറിയാം. ഈ ആയത്ത് എല്ലാവർക്കും അറിയാം. വലാ തഖറബുസിന ഇന്നഹു കാന ഫാഹിഷ. ഇത് വളരെ മോശമായ വൃത്തികെട്ട ഒരു സ്വഭാവമാണ് ഈ വ്യഭിചാരം. അതുകൊണ്ട് അതിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. എന്നാൽ അതിനുശേഷം ഒരു അല്പം കൂടെയുണ്ട്, വസാഅ സബീല. വസാഅ സബീല അതിന്റെ അർത്ഥം എന്താണെന്ന് വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. മോനെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല. പച്ച മലയാളം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയണില്ല. നാടൻ ഭാഷ, കൊല്ലം ജില്ലയിലെ ഭാഷ വെച്ച് ഞാൻ പറയണില്ല, കാരണം ഉസ്താദായി പോയി, ഇത് ലൈവായി പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് വസാസബീല എന്ന് പറഞ്ഞ ക്വാളിറ്റി ഇല്ലെന്ന്. അപ്പൊ ഉമർ തങ്ങൾ ചോദിക്കുകയാ, ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടാൻ അള്ളാഹ് പറയുവോ? അള്ളാഹ് പറയൂ ഇല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതാ ഞാനും പറഞ്ഞത്, ക്വാളിറ്റി ഇല്ലാത്തവളാടാ കേറി പിടിക്കാൻ വരുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, ഈമാൻ തരുമാറാകട്ടെ. ക്വാളിറ്റി ഇല്ലാത്ത നല്ല കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും വരുവോ? നല്ല ഉപ്പായ്ക്കും ഉമ്മായ്ക്കും പറഞ്ഞ അള്ളാനെ പേടിച്ച് ജീവിക്കണ ഏതെങ്കിലും പെണ്ണ് പിടിക്കാൻ വരുവോ? ഏതെങ്കിലും ഒരുത്തം പിടിക്കാൻ വരുവോ? ഏതെങ്കിലും ഒരുത്തം നിന്നു കൊടുക്കോ? ഇല്ല. ക്വാളിറ്റി ഇല്ലാത്തവരെ ഈ പണിക്ക് നിൽക്കൂ. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയക്ക്. തൊട്ടും തടകിയും പിടിച്ചിട്ടുള്ള ബന്ധമൊന്നും വേണ്ട, മാറുന്നില്ലേ? ഞാൻ അന്യ പെണ്ണ എന്റെ ശരീരത്ത് തുടരുത്, ഞാൻ അന്യ പുരുഷന എന്റെ ശരീരത്ത് തുടരുത്. അത് ആരാണെങ്കിലും പറയാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ? അള്ളാഹ് പറയുകയാ, നിനക്ക് വേണ്ടി ഞാൻ 2 സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് ചേട്ടത്തിയാണെങ്കിലും കൊച്ചാപ്പാട മോള ആരാണെങ്കിലും പറയേണ്ടത് പറയണം, അതാരാണെങ്കിലും പറയേണ്ടത് പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾക്ക് അല്ലാഹുവിനെ പേടി വേണം ചെറുപ്പക്കാരാ. നമ്മൾ അല്ലാഹുവിനെ ഭയക്കണം ചെറുപ്പക്കാരാ. നമ്മൾ അല്ലാഹുവിനെ പേടിക്കണം മോനെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ ആയത്ത് നിനക്കറിയുമല്ലോ. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. എല്ലാവർക്കും അറിയുന്ന ആയത്താ. എങ്കിൽ അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? പഠിക്കു ചെറുപ്പക്കാരാ, അത് വല്ലാത്ത ഒരായത്താടാ. അതൊരു ഭീഷണിയാടാ, അതൊരു ഓർമ്മപ്പെടുത്തലാടാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു പറയുകയാ, നമ്മൾ പറയുമല്ലോ ഓന്തോടിയാൽ എവിടെ വരെ ഓടാനാ. അല്ലാഹു പറയുകയാ, നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാടാ? എന്റെ മുമ്പിൽ തന്നെ വരുമല്ലോ, എന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരുമല്ലോ. നിന്നെയല്ല ഞാൻ അവസാനം എന്റെ മുമ്പിൽ തന്നെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉമ്മമാരേ അല്ലാഹുവിനെ പേടിക്കുമ്മാ. പ്രായമൊക്കെയായില്ലേ, പ്രായമൊക്കെയായില്ലേ, പടച്ചവനെ മുടി നരച്ചില്ലേ ഉമ്മ? 40-ഉം 50-ഉം വയസ്സായില്ലേ ഉമ്മ? ഇനി എന്ന് നന്നാകാനാ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, പെമ്മക്കളെയൊക്കെ കല്യാണം കഴിച്ച് വിടാ പ്രായമായില്ലേ പെണ്ണ്? എന്നിട്ടും നിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ലല്ലോ, അഹങ്കാരമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്ന വാപ്പാ, നീ ഉപ്പയായില്ലേ? നിന്റെ കൂടെ നടന്നവരും കൂടെ പഠിച്ചവരും പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് ചെന്നില്ലോ. എന്നിട്ടും നിനക്ക് നന്നാകാ സമയമായില്ലോ. അഹങ്കാരത്തിന് മാറ്റമില്ലല്ലോ. എന്താ വാപ്പാ അഹങ്കാരികളെ പോലെ നടക്കുന്നത്? ആരെ പരാജയപ്പെടുത്താനാ? നീ ആരോടാകണം നീ കാണിക്കുന്നത്? ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ പള്ളിപ്പറമ്പിലെ കുടിക്കകത്തെത്തിക്കാൻ കരിവെള്ള പടച്ചറപ്പിനോടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വന്തം നഫ്സിനോട് ഞാൻ പറയുന്നു, നമ്മൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളെ തകർത്ത് കളയും സഹോദരാ. നമ്മളെ പടച്ചറപ്പ് പരാജയപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ.
അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ മനസ്സിനകത്ത് പേടി വേണമമ്മ. ഇതല്ലാന്റെ കലാമാ, ഇതല്ലാന്റെ കലാമാ. ഈ ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഖുർആനിലൂടെ സ്വാഗതം പറഞ്ഞ, അല്ലാഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ഒന്നാമത്തെ അടിമയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്തു ഖുലൂബുഹും. അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹുവേ, നിന്നെ കുറിച്ചുള്ള ഭയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിന്നെ പേടിച്ച് ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ അടയാളം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്. ഒന്നാമത്തെ അടയാളം അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ഒന്നാമത്തെ അടയാളം അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയം. അല്ലാഹു ആ ഭയം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ആ ഭയം എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരെണ്ണം പറഞ്ഞപ്പോഴേ 10:40 ഞാൻ 45 നിർത്താന്നല്ലേ പറഞ്ഞു? 45 നിർത്താന്നാ പറഞ്ഞു. ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ 10:40. ഇനി 3 കൂടെയുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്കും. അപ്പൊ കുഴപ്പമില്ല, ഇത്തിരി കൂടെ ഓടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് ഞാൻ പറയുന്ന ഈ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലാഹ് തരുന്ന പ്രതിഫലം കൂടെ പറഞ്ഞിട്ടേ ഞാൻ പോത്തുള്ളൂ. ആഖിറത്തിൽ കിട്ടുന്ന പ്രതിഫലം ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. 2 അല്ലാഹു പറയുകയാ. അവർക്കുള്ള രണ്ടാമത്തെ ഗുണം പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അവര് ക്ഷമിക്കും. അല്ലാഹു എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവര് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കൂല. അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പരീക്ഷണം ഉണ്ടായാൽ ക്ഷമിക്കണം. ഈമാൻ കാര്യം 6 ഒന്ന്, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, ഖുർആനിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. 6 വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഈ പറഞ്ഞ 6 കാര്യത്തിൽ അള്ളാഹിനെ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, മലക്കുകളിൽ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. 6ാമത്തെ ഒരു കാര്യത്തിൽ മാത്രം വിശ്വാസമില്ല. 6ാമത്തെ കാര്യത്തിൽ മാത്രം എനിക്ക് നിങ്ങൾക്ക് വിശ്വാസമില്ല. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് ഏത് കാലത്താണോ നീ വിശ്വസിക്കുന്നത്, അന്നേ നീ യഥാർത്ഥ വിശ്വാസിയാകൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, നമുക്ക് സന്തോഷവും ദുഃഖവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന. ഉപ്പ പറയുന്നത്, ഉസ്താദെ ഞാൻ മജ്‌ലിസിനൂറിന് പോകും, സ്വലാത്തിന് പോകും, എന്ത് വാഴുന്നുണ്ടെങ്കിലും പോകും, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോകും, പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തു, പള്ളി കെട്ടിക്കൊടുത്തു, എന്നിട്ടും എനിക്ക് ഇതൊക്കെ തന്നല്ലോ അല്ലാഹ്. എന്നിട്ട് എനിക്ക് വന്നല്ലോ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, പരാതി പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരാതി പറയാം. അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോ കുറ്റം പറയാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം, എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ എന്തിനും കൊടുക്കണം ഉസ്താദെ, എന്തെല്ലാം ദുആ ചെയ്തു, എവിടെല്ലാം പോകുന്നു, ഏതൊക്കെ തങ്ങന്മാരെ കണ്ടു, ഏതൊക്കെ മഖബറകളിൽ പോയി, എന്നിട്ട് ഇത് വന്നല്ലോ. പരാതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരാതി പറയരുത്. അല്ലാഹു തന്നത് ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ വിചാരിക്കണേ, എന്റെ ഉസ്താദ് അല്ലാഹ്ക്ക് എന്തോ എന്നോട് വൈരാഗ്യ ഉസ്താദെ, അതുകൊണ്ടല്ലേ അല്ല എനിക്ക് മക്കളെ തരാത്ത. എത്ര കൊല്ലമായി എല്ലാവർക്കും അല്ല വീട് കൊടുത്തു, എനിക്കെന്താ വീട് തരാത്ത? നമ്മള് പരാതി പറയണ അങ്ങനെ. പണ്ടൊരു ചങ്ങാതി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇവിടെ നമ്മൾ പണ്ടൊരു ചങ്ങാതി ഒരു വലിയ പണക്കാരനെ കണ്ടപ്പോ, നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനെ കണ്ടപ്പോ
ഇയാൾ അള്ളഹാനോട് ദുആ ചെയ്യാൻ തുടങ്ങി, പടച്ചോനെ എന്നെ ഓനെ പോലെ ആക്കണേ അല്ലാ. ഉദാഹരണം പറഞ്ഞ ഞാൻ ദുആ ചെയ്യാം, അല്ലാ എന്നെ സിയാദ് ഖാനെ പോലെ ആക്കണേ അല്ലാ, സിയാദ് ഖാനെ പോലെ ആക്കണേ ദുആ ചെയ്യാം. അല്ല, നിങ്ങളുടെ നാട്ടിലെ ഒരു പണക്കാരനെ കണ്ടിട്ട് അയാളെ പോലെ ആക്കണേ അല്ലാ ആക്കണേ അല്ലാന്ന് കാലങ്ങളായിട്ട് ഇയാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. എന്നെ അബൂബക്കർ ഹാജിയെ പോലെ ആക്കണേ അല്ലാന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. ഇയാൾ ഈ അബൂബക്കർ ഹാജിയെ പോലെ ആകണില്ല. അപ്പൊ ഒരു ദിവസം ഈ ചങ്ങാതി അള്ളഹാനോട് പറയുക, പടച്ചവനെ എന്നെ അബൂബക്കർ ഹാജിയെ പോലെ പണക്കാരനാക്കാൻ പറ്റത്തില്ലെങ്കിലും അബൂബക്കർ ഹാജി എന്നെ പോലെ യത്തീംഖാനയിലാക്കാൻ നിനക്ക് പറ്റുമല്ലോ അല്ലാ, അതെങ്കിലും ആക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ കാര്യം ഇതാ ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്നത് അള്ളാഹ്ക്ക് നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടാ അള്ളാഹു നമുക്ക് മക്കളെ തരാത്തത്, രോഗം തരുന്നത്, പ്രയാസം തരുന്നത്, വീട് തരാത്തത്. നമ്മൾ അങ്ങനെ അല്ല ചങ്ങായി. നീ അത് നിന്റെ തെറ്റിദ്ധാരണയാ. നീ എന്താ വിചാരിച്ചിരിക്കണം? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായ രീതിയിൽ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടതെല്ലാം. നീ മനസ്സിലാക്കേണ്ടത് അള്ളാഹ്ക്ക് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടോ ദേഷ്യമുള്ളത് കൊണ്ടോ അല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നബിതങ്ങൾ പറയുന്നു, ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അബൂജഹലിനല്ല, കുത്തുബത്തിനല്ല, ശൈബത്തിനല്ല, നമ്രൂദിനല്ല, ഫിറഔനിനല്ല, ഖാറൂനിനല്ല. അള്ളാഹു ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷണം കൊടുത്തത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. ലോകത്ത് ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാനെ കണ്ടിട്ടുണ്ടോ? ഉമ്മാനെ കണ്ടു കൊതി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നബിതങ്ങളെയാണ്. എന്തുകൊണ്ട്? ഇഷ്ടം കൂടിയാൽ അങ്ങനെ, ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നമ്മളെ അളക്കുകയാ, ഈമാനിന്റെ ടെസ്റ്റ് നടക്കുകയാ. ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അള്ളാഹു ഓരോ മനുഷ്യന്റെയും ഈമാനിനെ അള്ളാഹ് അളക്കുകയാ, ഈമാനിനെ അള്ളാഹ് അളക്കുക. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പറഞ്ഞല്ലോ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തു വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ ഖുർആൻ. നീ എന്താ വിചാരിച്ചേ ഈ ദുനിയാവെന്ന് പറഞ്ഞാല് സുഖിക്കാനുള്ള ഇടമാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നെ? നിനക്കാരാ പറഞ്ഞു തന്നെ? എന്റെ പൊന്നാര ചങ്ങാതി, അള്ളാഹ് ഖുർആനിൽ പറയുകയാ, എടാ സ്വർഗത്തിൽ ഓസിന് കയറി പോകാൻ പറ്റുമോ? സ്വർഗത്തിലേക്ക് ഓസിന് കയറി പോകാൻ പറ്റുമോ? പറ്റില്ല. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ അനുഭവിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ തന്നെ പറഞ്ഞു, ഒരു മുസ്ലിമിനെ ഞാൻ പരീക്ഷിക്കും. എങ്ങനെ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. പേടി കൊടുക്കും ഞാൻ, ഭയം. പേടിയല്ലേ ഇപ്പൊ നമുക്കൊക്കെ ഇപ്പൊ പേടിയല്ലേ? ഉസ്താദെ, പടച്ചവനെ, ഇവിടെ നടക്കുന്ന ഹരിയാനയിൽ നടക്കുന്നത് കൊണ്ടോ പള്ളി കത്തിച്ചു ഉസ്താദ്, അങ്ങനെ ഇത് ഉസ്താദ്, ഇങ്ങനെ ഇത് ഉസ്താദ്, അവിടെ കിടക്കുന്നില്ല, ഇവിടെ നടക്കുന്നില്ല, അവിടെ നടക്കുന്നില്ല, എവിടെല്ലാം നടക്കുന്നു ചങ്ങാതി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാ. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ സമുദായത്തിന്, മുസ്ലിം ഉമ്മത്തിനെതിരായി പ്രവർത്തിക്കുക. നമ്മൾ ഇവിടെ കിടന്ന് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, മഴ പെയ്ത വീടിനകത്ത് കയറി നിൽക്കും, വീടിനകത്ത് ചോർന്നാ പിന്നെ എന്ത് ചെയ്യും? എവിടെ കയറി നിൽക്കും? എടാ, മഴ പെയ്യുമ്പോ, എടാ മനുഷ്യനൊരു പ്രയാസം വരുമ്പോ പള്ളി വരും. പള്ളിക്കകത്ത് പൂക്കുറ്റി അടിയാണെങ്കിൽ എവിടെ പോകും? ഒരു മുസ്ലിമിന്റെ പ്രയാസം മാറ്റേണ്ടത് പള്ളിയില. ആ പള്ളിക്കകത്ത് തമ്മിലടിയാണെങ്കിൽ നമ്മൾ എവിടെ പോകും? ഒരു കുടുംബത്തിൽ കൂടപ്പറപ്പുകൾ തമ്മിൽ തല്ലുകയാ, പിന്നെന്ത് ചെയ്യും നമ്മൾ? ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഇന്ന് തല്ല നമ്മൾ ആവശ്യമില്ലാത്ത സംഘടനയുടെയും അതും ഇതും പറഞ്ഞിട്ട് തല്ലും ബഹളവുമായിട്ട് നമ്മൾ നടക്കുക. നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ ആളില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് ഐക്യമാണോ? നമുക്ക് യോജിച്ച് സന്തോഷത്തോടെ ഒരു ജീവിതം? നമുക്കതൊന്നും ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയം അള്ളാഹു നമുക്ക് തരും. അള്ളാഹു നമ്മളെ ഭയപ്പെടുത്തും. സഹോദര, ലോകത്തിന്റെ നാനാമൂങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ദയനീയമായ അവസ്ഥകൾ നമ്മൾ നോക്കിക്കേ. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിൽ പടച്ചവനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കേൾവി പോലുമില്ലാത്ത ഹിറ്റ്ലറിന്റെ ചരിത്രം വായിക്കുമ്പോഴേ ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദെ, ഹരിയാനയിലല്ലേ, അല്ലെങ്കിൽ അവിടെയല്ലേ, മ്യാൻമറിലായിരുന്നല്ലോ, ഇപ്പതാ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ. നാളെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വരൂലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. നമുക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ തരും, നമ്മളെ ഭയപ്പെടുത്തും. മുസ്ലിം എന്ന് പറയാൻ പേടിക്കുന്ന ഒരു കാലം വരും.
പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അല്ലാഹുവിന്റെ സഹായം അല്ലാഹു ഖുർആനിൽ ചോദിക്കുന്നു, നിങ്ങളെ സഹായിക്കാൻ ഞാനില്ലേ, പിന്നെന്തിനാ നിങ്ങൾ പേടിക്കണേ? എടാ, ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് എന്തിനാ നിങ്ങൾ പേടിക്കണേ? ശത്രുവിന്റെ വലിപ്പം കണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, ഖുർആൻ ഓതി നോക്ക് നീ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. ആനപ്പട, അബ്രഹത്തിന്റെ ആനപ്പട, അബ്രഹത്ത് രാജാവ് ആന എന്ന് പറയുന്ന ഭീകര ജീവിയുമായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വന്നില്ലേ? ആന എത്ര വലിയ ജീവിയാ! അരിക്കൊമ്പനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത കാലം, അരിക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു ആനയെ കുറിച്ച് കുറെ നാൾ ചർച്ച ഉണ്ടായിരുന്നു. പാപം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. കാരണം ആ ജീവിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ അരിക്കൊമ്പൻ എന്നല്ലേ ഇപ്പൊ ആനയുടെ പേര്? അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ നാട് കടത്തിയപ്പോ വേറൊരു ആനയുടെ പേരുണ്ടല്ലോ, അപ്പൊ ചക്കക്കൊമ്പൻ. അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയെ നാട് കടത്തിയതിന്റെ പിറ്റേ ദിവസം ചക്കക്കൊമ്പനും അനുയായികളും കൂടെ ടൗണിൽ ഇറങ്ങിയിട്ട് പ്രതിഷേധം നടത്തി. വർഗസ്നേഹം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ആനയെ നാട് കടത്തിയപ്പോ പ്രതിഷേധിച്ചുകൊണ്ട് പിറ്റേ ദിവസം മറ്റുള്ള ആനകൾ മുഴുവനും വർഗസ്നേഹം കാണിച്ചു. നമ്മളോ അവ അകത്ത് കിടക്കട്ടെ അൽഹംദുലില്ലാ എന്ന് പറയും. ആ മൃഗത്തിന് വിവരണ്ട്. പിന്നെ ഞാൻ പറയുന്നത് ആ ആന സുന്നിയ. ആ ആന, അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന സുന്നിയ. കാരണം എന്തേ? എല്ലാ വർഷവും അമ്മ മരിച്ച സ്ഥലത്ത് വരുമെന്നല്ലേ? അപ്പൊ ഖബർ സിയാറത്ത് ചെയ്യുന്നല്ലേ ഇതിനർത്ഥം? എല്ലാ വർഷവും അതിന്റെ അമ്മ മരിച്ച സ്ഥലത്ത് അത് വരുമെന്നല്ലേ? നമ്മൾ കുഴിച്ചിട്ട് അങ്ങോട്ട് പോകാറുമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറയണോ? അതിനകത്ത് കൊണ്ട് പഠിക്കാൻ ചിലതൊക്കെ. ഞാൻ തമാശ പറഞ്ഞില്ല, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അത് എല്ലാ വർഷവും അതിന്റെ അമ്മ മരിച്ച, അതുകൊണ്ട് ഇന്നും അത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ അതിന്റെ അമ്മ മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവരുള്ളത്. നമ്മളോ? അതുകൊണ്ടാണ് ഞാൻ സുന്നി എന്ന് പറഞ്ഞത്. ഇനി അത് ക്ലിപ്പങ്ങ് ഇറക്കിയേക്കല്ലടാ അനിയ. അല്ലാഹു കാക്കുമാറാകട്ടെ. ക്ലിപ്പ് ഇറങ്ങണ എവിടാന്ന് എനിക്ക് എന്തെങ്കിലും പറയാൻ പേടിയാ. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പം 10-30 കേസുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. പെണ്ണുങ്ങളെ തല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ച പ്രസംഗം ഇപ്പൊ ഞാൻ ഇങ്ങനെ വനിതാ കമ്മീഷനിലും അവിടെ ഇവിടെയും കയറി ഇറങ്ങി നടക്കാം. സുബ്ഹാനല്ലാഹ്. ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യണില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നും പറയരുത്, പെണ്ണുങ്ങളൊന്നും പറയാൻ പാടില്ലാത്ത കാലം. സുബ്ഹാനല്ലാഹ്. ഭാര്യമാരെ എങ്ങും പോയിട്ട് ഒന്നും ചെയ്തേക്കല്ലേ. അല്ലാഹുവേ, അല്ലാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. എന്തപ്പോ പറഞ്ഞ റഹ്മാനെ? ഞാൻ എന്താ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അബ്രഹത്തിന്റെ ആനപ്പട, മദീനത്ത് ആനയില്ല. അതുകൊണ്ട് വലിയ ജീവിയായ ആനയുമായിട്ട് പോയ കഅബാലയം പൊളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാ ഈ ചങ്ങാതി പോയത്. എന്നിട്ട് അല്ലാഹ് അവനെ തകർത്തത്. ഈ പോത്തിനും പശുവിനൊക്കെ പുല്ലിട്ട് കൊടുത്താല് അത് തിന്നിട്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോ ചവിട്ടി തേച്ചിടൂലേ, ഇതുപോലെ ആക്കി കളഞ്ഞു അല്ലാഹുമാരെ. ആ അബ്രഹത്തിന്റെ ആനപ്പടയെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ പൊളിക്കാൻ പോയവന്മാരെ, ആ ആന എന്ന് പറയുന്ന വലിയ ജീവിയുമായിട്ട് പോയവന്മാരെ സത്തു മലർന്നു പോയില്ലേ സഹോദരാ? അല്ലാഹു എങ്ങനെയാണ് തകർത്തത്? അബാബീൽ എന്ന് പറയുന്ന കുരുവിയുണ്ടല്ലോ, അതാ കിളികളിൽ വെച്ച് ഏറ്റവും ചെറിയ കിളിയാണ് കുരുവി. ആ കുരുവിയെ കൊണ്ടാണ് ഏറ്റവും വലിയ ജീവിയായ ആനയുണ്ടല്ലോ, ആ അബ്രഹത്തിന്റെ ആനപ്പടയെ അല്ലാഹു തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് ന്യൂനപക്ഷമായ ഞാനും നിങ്ങളും ഭയപ്പെടണ്ട, ഭൂരിപക്ഷത്തിന്റെ വലിപ്പം കണ്ട് ഭയപ്പെടണ്ട. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഏതൊക്കെ ശക്തികൾ വന്നാലും അല്ലാഹു തകർത്ത് കളയുമടോ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ ചോദിക്കുകയാ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങളുടെ കൂടെ ഞാനുണ്ടല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി
ഇരിക്കുന്ന മുസ്ലിമിന് ഈമാൻ ഉണ്ടാകാൻ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാ. ഈമാൻ ഉറയ്ക്കാൻ ഒരു ഹദീസ് പറഞ്ഞു തരാ. ഉസ്താദേ, പൗരത്വ ബില്ല് വരുന്നു, ഏക സിവിൽ കോഡ് വരുന്നു എന്ന് പറഞ്ഞു ഭയന്ന് വിറച്ച് നടക്കുന്ന വാപ്പാ, ഓലപ്പടക്കം കണ്ട് പേടിക്കല്ലേ വാപ്പാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, നബിതങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകനും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചപ്പോ ഇബ്ലീസ് പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാ, മുഹമ്മദ് നാട് വിടാൻ പോകുകയാണ്, ഒരിക്കലും നിനക്കൊന്നും കിട്ടൂല, വേണമെങ്കിൽ ഇന്ന് തന്നെ കൊന്നുകൊള്ളണം, മുഹമ്മദിനെ കൊല്ലാൻ കിട്ടുന്ന അവസാനത്തെ ചാൻസാ. ഇളക്കുകയാ, പടച്ചവനെ, ശത്രുക്കൾ മുഴുവനും അവിടുന്ന് തയ്യാറാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി വീട് വളയുകയാ. ഊരിപ്പിടിച്ച വാളുമായി നബിതങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് കാത്തു നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങൾ ചോദിക്കുന്നു, അലിയേ, ഞാൻ കിടന്ന സ്ഥലത്ത് കിടക്കുമോ അലിയേ? യാ റസൂലല്ലാഹ്, സമ്മതമാണ് നബിയേ. എന്തിനാ ഭയപ്പെടുന്നത്? അലിയാർക്കെന്ത് പേടിയാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ കിടന്ന സ്ഥലത്ത് കിടക്കുകയാ. ഈമാനുള്ള നിസ്കാര തടമ്പുള്ള പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നബിതങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം നബിയേ, ഒരു കാര്യം ചെയ്യണം നബിയേ. ഏത് കാര്യമാണെന്നറിയോ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഓതുമല്ലോ വാപ്പാ, യാസീനിൽ ഓതുന്ന ആയത്താണല്ലോ. നബിതങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയേ, വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. ഈ ആയത്തോതിയിട്ട് മണ്ണിലൂതണേ നബിയേ. വാതിൽ തുറന്നിട്ട് നാലു ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഒരു പിടി മണ്ണ് വാരി, ഒരു പിടി മണ്ണ് വാരി. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തോതിയിട്ട് മണ്ണിലേക്ക് ഊതുകയാ. ചെറുപ്പക്കാരാ, ആർക്ക് വേണമെങ്കിലും ചരിത്രം പഠിക്കാം, ആർക്ക് വേണമെങ്കിലും ചരിത്രം പഠിക്കാം. അല്ലാഹുവിന്റെ റസൂൽ മണ്ണിൽ ഊതിയിട്ട് വാതിൽ തുറന്നിട്ട് നാലു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു പിടിച്ച വാളുമായി നബിതങ്ങളുടെ തലയെടുക്കാൻ കാത്തു നിന്നവന്മാരുടെ കണ്ണിന്റെ മുമ്പിലൂടെ KGF-ലെ നായകന് പോയതുപോലല്ലടാ, ചങ്കൂറ്റത്തോടെ നബിതങ്ങൾ അവന്മാരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ AK-47 പിടിച്ചുകൊണ്ടല്ല പോയത്, ആറ്റം ബോംബ് കയ്യിൽ പിടിച്ചുകൊണ്ടല്ല പോയത്. എടാ, മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് മതിയടോ. ഈമാനുള്ള അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മുസൽമാന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിന് പോലും മഹത്വമുണ്ടോ? നബിതങ്ങൾ ഇറങ്ങിപ്പോയില്ലേ, അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിപ്പോയില്ലേ. അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കടന്ന് നബിതങ്ങളെ ഗുഹയ്ക്കകത്ത് കടന്ന് ഉറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുകയാ. അബൂബക്കർ തങ്ങൾ പേടിച്ച് വിറയ്ക്കുകയാ. നബിതങ്ങൾ ഞെട്ടിയുണർന്നു. എന്തേ അബൂബക്കർ, എന്തേ അബൂബക്കർ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
മുകളിലെത്തി നബിയേ, മുകളിലെത്തി നബിയേ. ശത്രുക്കളുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. നമ്മളെ പിടിക്കുമല്ലോ, താഴോട്ട് നോക്കിയാ കാണുമല്ലോ, നമ്മളെ കൊന്നു കളയുമല്ലോ. അബൂബക്കർ തങ്ങളെ പേടിച്ച് പറയുമ്പോ റസൂലുള്ള ചിരിക്കുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ ചിരിക്കുന്നത്? എന്തിനാ നബിയേ ചിരിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 2023 ഒരുമിച്ച് കൂടിയ കാഞ്ഞിപ്പുഴയിലെ വാപ്പാ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ പറഞ്ഞ ഹദീസാ. അബൂബക്കറേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അബൂബക്കറേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറേ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്, മൂന്നാമതൊരാളുണ്ട്. ആരാണ് നബിയേ? ഈ ലോകം മുഴുവന് മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നമ്മുടെ കൂടെയില്ലേ അബൂബക്കറേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ, അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ. വഅദ കേൾക്കാമെന്നവരോട് പറയുകയാ, അല്ലാഹ് കൂടെയില്ലേ. ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും ഏത് ചരിത്രം വേണമെങ്കിലും എടുത്ത് വായിച്ചു നോക്കണോ. ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഭൂരിപക്ഷം ജയിച്ചിട്ടുണ്ടോ? ജയിച്ചത് മുഴുവനും ന്യൂനപക്ഷമാ, ന്യൂനപക്ഷമാ ജയിച്ചത്. അതുകൊണ്ട് എത്ര വലിയ കൊലകമ്പന്മാര് വന്നാല്, ഏതൊക്കെ വൻശക്തികൾ വന്നാല്, പടച്ചവനെ ഫിറഔനിന്റെ ചരിത്രം അറിയില്ലേ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. പടച്ചവനെ കലീമുല്ലാഹി മൂസാ നബിയുടെ ചരിത്രം അറിയുമല്ലോ. പടച്ചവനെ മുമ്പിൽ ചെങ്കടല, പടച്ചവനെ പുറകില് ഫിറഔന. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ഭയന്ന് നിൽക്കുമ്പോ, മൂസാ നീയും നിന്റെ റബ്ബും കൂടെ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു കൂടെ നിന്നവരെ കാലുവാരിയപ്പോ അല്ലാഹു പറഞ്ഞു, മൂസാ ഞാൻ നിന്റെ കൂടെയുണ്ട് മൂസാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ളതാ, വെറുതെ ഉള്ളതല്ല. അതുകൊണ്ട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ. ഇനി റബ്ബിന്റെ സഹായം വേണോ? ഇനി ആരൊക്കെ ഇവിടെ എന്തൊക്കെ കാണിച്ചാലും രക്ഷയില്ല. ഈ ഉമ്മത്തിന് രക്ഷപ്പെടണോ, ഈ ഉമ്മത്തിന് രക്ഷപ്പെടണോ? ഇനി ഏക ഒരു വഴിയേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങ്. അല്ലാഹു പറയുന്നതനുസരിച്ച് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. ദീനോടെ ജീവിക്കണോ, ദീനോടെ ജീവിക്കണോ. പടച്ചവനെ ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന ഇവരെന്തൊക്കെ നിയമം പാസിയാക്കിയാൽ നിന്റെ വീടിനകത്ത് ദീനനുസരിച്ചുള്ള ജീവിതമുണ്ടാകണം. ചെറുപ്പക്കാരാ, വീട്ടില് ദീൻ കൊണ്ടുവാണോ, വീടിനകത്ത് ദീൻ വരട്ടെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ വീടിനകത്ത് നടക്കട്ടെ. മഹാന്മാര് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, മഹാന്മാര് ജീവിതം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരേ ഒരു രക്ഷയേ ഉള്ളൂ. അല്ലാഹുവിലേക്ക് മടങ്ങൂ. നബി തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. നീ താടി വളർത്തൂ, നീ തൊപ്പി ധരിക്കൂ, നിന്റെ മക്കളെ ഫർദ ധരിപ്പിക്കൂ. എന്തേ പേടിച്ചു പോകുന്നത്? കർണാടക എന്ന് പറയുന്ന നാട്ടിലല്ലേ, മംഗലാപുരത്തല്ലേ ഹിജാബ് നിരോധിച്ചത്? ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രത്തെ നിരോധിച്ചപ്പോ ഇട്ടുകൊണ്ട് സ്കൂളിലേക്ക് വരാൻ പാടില്ല എന്ന് അവിടുത്തെ നിയമങ്ങൾ പറയുമ്പോ ചില മാതാപിതാക്കൾ ഊരിയിട്ട് മക്കളെ പറഞ്ഞു വിട്ടു. നിങ്ങൾ ഫർദ ഇട്ട് കൊണ്ടുപോകണ്ട, ഹിജാബ് ഇട്ട് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. ചില മാതാപിതാക്കൾ പറഞ്ഞു, വേണ്ട, അല്ലാഹുവിന്റെ
ദീനാണ് വലുത്, ഇസ്ലാമിന്റെ ശിആറുകളാണ് വലുത്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസമല്ല, ദീനാണ് വലുത്. ഒരിക്കലും ഞങ്ങൾ ദീനിൽ വെള്ളം ചേർക്കൂല, വിശ്വാസത്തിൽ വെള്ളം ചേർക്കൂല. മക്കളോട് പറഞ്ഞു സ്കൂള് വേണ്ട. പടച്ചവനെ, വർഷങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ കണ്ടതാണ് സുമയ്യ എന്ന് പറയുന്ന ചങ്കൂറ്റത്തോടെ ഒരു പെൺകുട്ടി നിന്ന് പോരാടുന്നത്. റിസൾട്ട് വന്നടോ, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചതാ സുമയ്യയാ. ഹിജാബ് നിരോധിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ പറഞ്ഞു എല്ലാം ഊരിയിട്ടിട്ട് പൊക്കോ, ദീനൊന്നും വേണ്ട. ചിലര് പറഞ്ഞു ദീനാണ് വലുത്, സ്കൂള് വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഹിജാബ് ഇട്ടുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് ഒരു പെണ്ണ് അവിടുത്തെ നിയമസഭയ്ക്കകത്ത് പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് അല്ലാഹ്, ഇതാണ് അല്ലാഹ്. ഇത്തിരി താമസിച്ചിട്ടാണെങ്കിലും അല്ലാഹ് നമ്മളെ സഹായിക്കും. അല്ലാഹു എന്ത് ചെയ്യും? അവസാനം വരെ നമ്മളെ ടെസ്റ്റ് ചെയ്യും. ഖുർആൻ പറയുന്നുണ്ട്, പല ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്. സഹാബത്തിന്റെ വയറ് തൊണ്ടയിലെത്തി, നെഞ്ച് തൊണ്ടയിലേക്ക് കയറി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഹന്തക്കൊക്കെ പഠിപ്പിക്കുന്നതാ, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ആ അവസാന ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ സഹായം വരുന്നത്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, ദീനിലേക്ക് മടങ്ങിക്കോ, ദീനനുസരിച്ച് ജീവിക്ക്. അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ പാഠം പഠിപ്പിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.